ചേട്ടാ ആ എന്തു പറ്റി? കമ്പനിയിലേക്ക് പോവാൻ ഇനിയും സമയമുണ്ടല്ലോ. എന്തിനാ ഇത്രയും നേരത്തെ വരാൻ പറഞ്ഞേ? രാത്രി മുഴുവൻ പേടിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേട്ടനെ നേരിട്ട് കണ്ട ഒരു ധൈര്യം കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ നേരത്തെ വരാൻ പറഞ്ഞു. ഇത്രയും പേടിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? ഞാൻ ഒരു ദുസ്വപ്നം കണ്ടു. എന്നെ തുടരുത്. എന്റെ ഗന്ധർവൻ അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഞാനും പാറുവും ഇഷ്ടത്തിലാണ്. കൈലാഷ് സാറ് ചേട്ടനെ ഉപദ്രവിക്കുന്ന കണ്ട ശേഷം എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. എന്താ പാറു, കൈലാഷ് സാറ് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും എങ്ങനെയാ കഴിഞ്ഞത്? അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെങ്കിലും ദേഷ്യത്തിലെ നിയന്ത്രണം വിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹം ചേട്ടനെ ഉപദ്രവിക്കുമെന്ന് എന്റെ പേടി. നീ ആവശ്യമില്ലാത്ത എല്ലാം ചിന്തിച്ചു കൂട്ടി മനസ്സമാധാനം കളയണ്ട. കൈലാഷ് സാറിന് നമുക്കിടയിൽ വഴക്കൊന്നുമില്ല. ചെറിയ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് മാത്രം. അതൊക്കെ വൈകാതെ മാറും. സത്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൈലാഷ് സാർ തന്നെ നമ്മുടെ കല്യാണം നടത്തി തരും. നീ ഒന്ന് വണ്ടി കയറ്, നമുക്ക് കമ്പനിയിലേക്ക് പോകാം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? വേറെ എങ്ങോട്ട് പോകാനാ? എനിക്ക് കാർത്തികേട്ടനെ കാണുന്നുണ്ട്. ഏട്ടനും ഏട്ടത്തിയമ്മയും രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെന്നും പറഞ്ഞു. നമുക്കവരെ അവിടെ വെച്ച് കാണാം. എന്തായാലും കാർത്തികിനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് ഞാനും കരുതിയത്. അതെത്രയും പെട്ടെന്നാവുന്ന തന്നെയാ നല്ലത്. എന്ത് കാര്യം സംസാരിക്കാനാ? നമ്മുടെ കാര്യം അല്ലാതെന്താ. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഇത് അറിയിക്കണ്ടേ? നിന്റെ ചേട്ടനോടും ചേച്ചിയോടും എല്ലാം തുറന്നു പറയണം. നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോ സപ്പോർട്ടിന് ആരെങ്കിലുമൊക്കെ വേണ്ടേ? എന്നാ വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. നമ്മള് വരുന്ന കാര്യം ഞാൻ ചേട്ടനെ വിളിച്ച് പറയാം. ബൈക്കിലിരുന്ന് വിളിച്ചോ? അങ്ങോട്ടേക്ക് കുറച്ചു ദൂരം ഉണ്ടല്ലോ. വാ. ഇവിടെ എന്താ ചെയ്യുന്ന ഭൂമികെ? നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. അത് ഫോണിൽ പറയാൻ പറ്റില്ല. അത് ഞാൻ ഇവിടെ കാത്തു നിന്ന്. കൈലാഷിന് മുമ്പിൽ വെച്ചല്ലാതെ സീത ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. നമ്മളിങ്ങനെ കണ്ടുമുട്ടി സംസാരിച്ചു എന്നറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് കരുതിയ ഇത്രയും വർഷമായി ഞാൻ ഒരു വാക്ക് പോലും മിണ്ടാതെ അകന്നു നിന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തപസ്സാണ് എന്റെ ജീവിതം. ഇപ്പോഴും ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റ് നിങ്ങളുടെ കുടുംബത്തിന്റെ മനസ്സമാധാനം തകർക്കുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ്. എന്താ കാര്യം? കൈലാഷിന്റെയും പാറുവിന്റെയും കാര്യത്തിൽ ഞാൻ കരുതിയതുപോലെ അല്ല കാര്യങ്ങൾ. അച്ഛനും അമ്മയും എതിർക്കുമെന്ന് കരുതിയ പാറു കൈലാഷ് പ്രപ്പോസ് ചെയ്തപ്പോ പറ്റില്ലെന്ന് പറഞ്ഞെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടാ ഞാൻ അവനെയും കൂട്ടി അവളുടെ അച്ഛനെയും അമ്മയും കണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. ഇപ്പോ അവരുടെ കല്യാണത്തിന് സീതയെ സമ്മതിച്ചല്ലോ. പിന്നെന്താ പ്രശ്നം? നമ്മളെല്ലാം തീരുമാനിക്കുമ്പോ പാറുവിന്റെ മനസ്സിൽ എന്താണെന്ന് അന്വേഷിച്ചില്ല. അതിപ്പോഴാ എനിക്ക് മനസ്സിലായത്. അവള് കൈലാഷിനെ വേണ്ടെന്ന് പറയാൻ കാരണം അവളുടെ അച്ഛനും അമ്മയും അല്ല. പിന്നെ അവള് ഗന്ധർവനെയാണ് സ്നേഹിക്കുന്നത്. എന്തൊക്കെയാ ഭൂമികയെ പറയുന്നത്? ഗന്ധർവനാണെന്ന് പറഞ്ഞു വന്ന പയ്യൻ മരിച്ചില്ലേ? അവൾ ഇപ്പോഴും അവനെ ഓർത്തിരിക്കാണോ? മരിച്ച പയ്യനല്ല ഗന്ധർവൻ. വാട്ട്? അവൻ ഗന്ധർവന്റെ പേരുപയോഗിച്ച് പാറുവിനെ പറ്റിക്കാൻ ശ്രമിച്ച ഒരാള് മാത്രമാ. ശരിക്കുള്ള ഗന്ധർവൻ പ്രിയനാണ്. പാറു പ്രിയനാണ് ഗന്ധർവനെന്ന് കണ്ടുപിടിച്ചു.
അവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. അവര് വെറും കൂട്ടുകാരാണെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ പ്രിയനും പാറുവും ഇപ്പോഴാണ് എന്നോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞത്. ഇത് കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ എല്ലാം സീതയോട് തുറന്നു പറഞ്ഞു. സീതയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ? എന്നിട്ടും അവളെന്താ എന്നോടൊന്നും പറയാത്തത്? കൈലാഷിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അത് തന്നെയാണ് ഞാൻ സീതയോട് പറഞ്ഞത്. പക്ഷേ കൈലാഷിന്റെ മീതെയുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ അവരുമായി മത്സരിക്കുകയാണെന്നാണ് സീത ധരിച്ചു വെച്ചിരിക്കുന്നത്. കൈലാഷ് എന്റെ ജീവിതത്തിലേക്ക് വന്നത് യാദൃശ്ചികമായി മാത്രമാ. എനിക്ക് കൈലാഷിന്റെ മീതെ അധികാരം സ്ഥാപിക്കണമെന്ന ആഗ്രഹമില്ല. കൈലാഷ് എവിടെയാണെങ്കിലും സന്തോഷത്തോടെ കഴിയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നോട് മത്സരിക്കാൻ സീത എടുത്തു ചാടി തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കൈലാഷിനെ ബാധിക്കാതിരിക്കാനാ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ഇത്രയൊക്കെ നടന്നിട്ടും ആരും എന്നെ ഒന്നും അറിയിക്കാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭൂമിക കൈലാഷിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചോ? കൈലാഷിനോട് പരോക്ഷമായി ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചെങ്കിലും അവനത് മനസ്സിലാക്കിയില്ല. പാറുവിനെ സ്വന്തമാക്കണമെന്ന വാശിയിലാണ് അവൻ. നിങ്ങൾ പറഞ്ഞ കൈലാഷ് കാര്യങ്ങൾ മനസ്സിലാക്കും. വിഷയം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് അവനെ പിന്തിരിപ്പിക്കണം. അവനോട് നിങ്ങളൊന്ന് സംസാരിക്കണം പ്ലീസ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പ്രശ്നമാണ്. എനിക്കിത് പരിഹരിക്കാൻ കുറച്ച് സമയം വേണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ശരി, ഞാൻ പോട്ടെ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നേ? ഒന്നുമില്ല. നീ ആരെയും നോക്കുന്നേ? അതെ, നീ ദേഷ്യപ്പെടരുത്. ഞാൻ പാറുവിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അവളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആരോട് ചോദിച്ചിട്ട് നീ അവളെ കാണാൻ ഏറ്റത്? പതുക്കെ. ഇതിനാണല്ലേ നീ അമ്പലത്തിൽ പോന്ന് പറഞ്ഞത്? നീ ഇവിടെ വെച്ചാകുമ്പോ എനിക്ക് ഒച്ച വെക്കാൻ പറ്റില്ലെന്ന് നീ കരുതി കാണും അല്ലേ? ഞാൻ പോവാ, എനിക്ക് അവളെ കാണണ്ട. നീ എന്തിനാ സ്വാതി ഇങ്ങനെ പെരുമാറുന്നു? വരുന്ന എന്റെ അനിയത്തിയാണ്. എപ്പോഴാ ഈ അനിയത്തിയൊക്കെ വന്നത്? ഇത്രയും കാലം ഞാനും നീയും കൂടി ഈ സിറ്റിയിൽ കിടന്ന് കഷ്ടപ്പെട്ടപ്പോ ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഇപ്പൊ അവൾ എന്തിനാ വരുന്നേന്ന് എനിക്ക് അറിയില്ലെന്നാണ് നിന്റെ വിചാരം? എന്തിനാണെന്നാ നീ വിചാരിക്കുന്നത്? എന്നെ നിന്നെയും പിരിക്കാൻ.